പടം കണ്ട് ആരും കരഞ്ഞു. തുടക്കത്തിലായിരുന്നെങ്കിൽ തിയേറ്റർ ഇളകുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ് കൊണ്ടാട്ടം. അതൊരു മോഹൻലാൽ സിനിമയ്ക്ക് ഫുള്ളി പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ മലയാളം ബോക്സ് ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് കേരളം വീണ്ടും ലോക്ക്ഡൗണിന് ശേഷം ലാലേട്ടനെ ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറേ ആളുകളുണ്ട്. അവരെല്ലാം ലാലേട്ടൻ ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ലാലേട്ടനെ അഭിനയിക്കാനൊന്നും അറിയത്തില്ലെന്ന് പറയുന്നവർ തീർച്ചയായിട്ടും സിനിമ കണ്ടിട്ടില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും പറയാനില്ല. നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ചിട്ടേണ്ട ഒരു ഹാങ് ഓവറിൽ നിൽക്കുകയാണ്. പടം ഇത്രയും നാൾ ഓടിയില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ഒരുവിധപ്പെട്ട ഒരു 90% ആൾക്കാരും കണ്ടു കഴിഞ്ഞു. ഫാമിലിയായിട്ട് കാണാൻ കുഴപ്പമില്ല. ഫസ്റ്റ് കുറച്ച് ഭാഗം ഇത്തിരി മോശമാണെങ്കിൽ ബാക്കി സെക്കൻഡ് പാർട്ട് കൊള്ളാൻ കുഴപ്പമില്ല. നല്ല സിനിമ, സൂപ്പർ സിനിമ, നല്ല പടം തന്നെ. കണ്ണ് നിറഞ്ഞു കരഞ്ഞപ്പം പിന്നെ കണ്ണ് പടം കണ്ട് ആരും കരഞ്ഞു. നല്ല പടം തന്നെ മക്കളെ. കൊള്ളാം, നല്ല പടം, സൂപ്പറായിട്ടുണ്ട്, നല്ല തിരിച്ചുവരവാണ്. ഇപ്പം പടം ഇത്രയും നാൾ ഓടിയില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ഒരുവിധപ്പെട്ട ഒരു 90% ആൾക്കാരും കണ്ടു കഴിഞ്ഞു. ഒരു റിയലായിട്ട് ഉള്ള ഒരു ഇതാണ്, ഒരു എന്താ പറയുന്നത്, ഇത് ശരിക്കും നടക്കുന്നതാണല്ലോ. അപ്പം അതൊരു ഇതായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഈ 5-6 വർഷം ഇപ്പോൾ അവിടെ വന്നിട്ടില്ല. നല്ല പടമാണ്. അത് 25 ദിവസമായില്ല, എന്തുമാത്രം കളക്ഷനായി, ഭയങ്കര കളക്ഷനായി പടം. അത് നല്ല പടം എന്ന് വെച്ചാൽ നല്ല പടം. ഞാനെല്ലാം എല്ലാവരും ഒരേ വലിയ പറയണത്. നന്നായിട്ടുണ്ട്, നല്ല സിനിമ, തിരക്കുണ്ട്, കൊള്ളാം, നല്ല സിനിമ, കൊള്ളാം, നല്ല കഥയുള്ള സിനിമ. ഇല്ല കുഴപ്പമില്ല, നല്ല വില്ലൻ ക്യാരക്ടറും നല്ല അഭിനയം, കൊള്ളാം. നല്ല പടം, നല്ല പടമാണ്, നല്ല പടമാണ്. ഇപ്പോഴും പണ്ടൊക്കെ കരഞ്ഞു, ഇപ്പം അങ്ങനെ കണ്ട വരില്ല. കൊള്ളായിരുന്നു, നല്ല പടമാണ്. തുടരും അടിപൊളി സിനിമ, സൂപ്പർ സിനിമയാണ്. അത്രയ്ക്ക് ബെറ്ററാണ് സിനിമ. ഒരു നമ്മൾ മോഹൻലാലിൻ്റെ പടത്തിൽ ഏറ്റവും വലിയ അടിപൊളി സിനിമയാണ്. നല്ല പടം, അത്യാവശ്യം കൊള്ളാം. കുഴപ്പമില്ല, കൊള്ളാം. മോഹൻലാലിൻ്റെ ഒരു ആരും നന്നായിരിക്കാതിരിക്കില്ലല്ലോ. ഇല്ല, കരഞ്ഞൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. അടിപൊളി, നല്ല നല്ല ഫിലിം, നല്ല അഭിനയം, നല്ല അഭിനയം. കുഴപ്പമില്ല, പാട്ട് കൊള്ളാം. തുടരും ഞങ്ങളിപ്പം 3-4 പ്രാവശ്യം കണ്ടിട്ടിറങ്ങിയതാണ്. അതിപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട ആവശ്യമാണെന്ന് തോന്നുന്നില്ല. കൊണ്ടാട്ടം പക്ഷേ ആഡ് ചെയ്ത് ഏറ്റവും ആദ്യമാണ് ആഡ് ചെയ്തത്. അപ്പം ഇതെവിടെ പ്ലേസ് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ ഇത്ര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടൊരു സിനിമയിൽ അത് പ്ലേസ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ അത് പാടുന്നില്ല. പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ്ലി ആ ഒരു വൈബെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇതൊരു പാക്ഡ് തിയേറ്ററല്ല ഇന്ന്. കാരണം 21 ദിവസമായി പടം ഇറങ്ങിയിട്ട്. തുടക്കത്തിലായിരുന്നെങ്കിൽ തിയേറ്റർ ഇളകുന്ന രീതിയിലുള്ള ഐറ്റമാണ് കൊണ്ടാട്ടം. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഇത് കയറിയത്. ഇന്നലെ ആ പോസ്റ്റർ കണ്ടിട്ടാണ് ബുക്ക് ചെയ്ത് ഇന്ന് കൊണ്ടാട്ടം കാണാൻ വേണ്ടി മാത്രം തിയേറ്റർ വന്നത്. അതൊരു മോഹൻലാൽ സിനിമയ്ക്ക് ഫുള്ളി പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ മലയാളം ബോക്സ് ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് കേരളം വീണ്ടും ലോക്ക്ഡൗണിന് ശേഷം ലാലേട്ടനെ ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറേ ആളുകളുണ്ട്. അവരെല്ലാം ലാലേട്ടൻ ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനാണ്. അത്രയും മാത്രമേ ഉള്ളൂ. അത് ലാലേട്ടൻ്റെ സിനിമകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണ്, അല്ലെങ്കിൽ മലയാള സിനിമ എന്താണെന്ന് അറിയാത്തവരാണ്. അത് ലാലേട്ടനെ അഭിനയിക്കാനൊന്നും അറിയത്തില്ലെന്ന് പറയുന്നവർ തീർച്ചയായിട്ടും സിനിമ കണ്ടിട്ടില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട് അവൻ 4ാമത്തെ പ്രാവശ്യമാണ്, ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടിറങ്ങിയായിരുന്നു കുറച്ചുകൂടെ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു. 1 പ്രാവശ്യം കൂടെ കയറാനുള്ള എല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. 2 ആഴ്ച ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കാരണം ഇനി OTTക്ക് സിനിമ പോകുമ്പോഴത്തേന് അതിനകത്ത് വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ ഈ പടം ഫ്രഷാണ്. വീണ്ടും കണ്ടു കഴിഞ്ഞാൽ ഇമോഷൻസ് എല്ലാം വീണ്ടും നമ്മൾക്ക് ഫ്രഷായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത്. നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ചിട്ടേണ്ട ഒരു ഹാങ് ഓവറിൽ നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷം. കാരണം നമ്മൾക്ക് മിസ് ചെയ്ത ലാലേട്ടൻ ഉണ്ടല്ലോ, ലാലേട്ടനെ ഇപ്പോൾ കാണാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് പാട്ട് നല്ല പടം, വളരെ നല്ല പടമായിരുന്നു. ലാലേട്ടൻ പറയണ്ടായല്ലോ, ആന്ധ്രാവിനെ